എറണാകുളം നേര്യമംഗലം മണിയമ്പാറയിൽ ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞു. ബസ്സിനടിയിൽ യാത്രക്കാർ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നാണ് വിവരം. വി.കെ. സ്റ്റാലിൻ ചേരുന്നുണ്ട്. സ്റ്റാലിൻ, എപ്പോഴാണ് അപകടമുണ്ടായത്? എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, 11 മണിയോടെയാണ് അപകടമുണ്ടായത്. കട്ടപ്പനയിൽ നിന്നും എറണാകുളത്തേക്ക് പോയ KSRTC ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. നീണ്ടപാറയ്ക്ക് നേര്യമംഗലത്തിനും ഇടുക്കിക്കും ഇടയിലുള്ള നീണ്ടപാറയ്ക്ക് സമീപം മണിയമ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് അപകടമുണ്ടായത്. 2 പേര് ഇപ്പോൾ ബസ്സിനടിയിൽ കുടുങ്ങിയതായിട്ടാണ് വിവരം. അതിൽ ഒരാളെ രക്ഷപ്പെടുത്തി എന്ന് കേൾക്കുന്നു. അതേസമയം ഫയർഫോഴ്സ്, കോതമംഗലത്ത് നിന്നുള്ള ഫയർഫോഴ്സും ഇടുക്കിയിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘവും സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. 15ഓളം പേർക്ക് പരിക്ക് ഉള്ളതായും പറയുന്നുണ്ട്. ഏതായാലും വ്യക്തമായ വിവരങ്ങൾ ഇനിയും പുറത്തേക്ക് വരുന്നേ ഉള്ളൂ. ഏതായാലും ഫയർഫോഴ്സും പോലീസ് ഉൾപ്പെടെയുള്ള സംഘങ്ങൾ അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട്. അഭിലാഷ്, ഈ ബസ്സിൽ എത്ര യാത്രക്കാരുണ്ടായിരുന്നു എന്നതിലൊന്നും ഇപ്പോൾ വ്യക്തതയില്ല അല്ലേ? 30 പേരിലധികം ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അഭിലാഷ്, അത് കൃത്യമായിട്ടുള്ള വിവരം ആയിട്ടില്ല. ഏതായാലും ഇപ്പം നാട്ടുകാർക്ക് കൂടി ചേർന്ന് അവിടെ രക്ഷാപ്രവർത്തനം നടക്കുന്നു. 3 പേര് ബസ്സിനടിയിൽപ്പെട്ടതായിട്ടാണ് പ്രാഥമികമായിട്ട് നമുക്ക് ലഭിച്ച വിവരം. എങ്കിലും ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ആ ആളെ ബസ്സിന് അകത്തു നിന്നും രക്ഷിക്കുന്നു എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. ഏതായാലും കോതമംഗലത്ത് നിന്നുള്ള ഫയർഫോഴ്സ് സംഘവും പോലീസും നേര്യമംഗലം പോലീസും അതേപോലെ കരിമണൽ പോലീസും സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇടുക്കിയിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘവും അങ്ങോട്ട് തിരിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അഭിലാഷ്, ബസ് താഴ്ചയിലേക്ക് മറിയുകയാണല്ലോ ഉണ്ടായത്. എങ്ങനെയാണ് ഈ അപകടം എന്നതിൽ പ്രാഥമികമായ എന്തെങ്കിലും സൂചനകൾ ലഭിക്കുന്നുണ്ടോ സ്റ്റാലിൻ? കൃത്യമായ ഒരു വിവരം അധികൃതർ ആരും തന്നെ പറയുന്നില്ല. എങ്കിലും ബസിന്റെ സ്റ്റിയറിംഗ് കംപ്ലൈന്റ് ആയി, തകരാറായി എന്നുള്ള ഒരു പ്രാഥമിക വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ബസ് തിരിയാതെ വന്ന ഒരു സാഹചര്യം ആണ് അവിടെ നിന്നും നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം. അതൊരു വ്യക്തതയില്ല എങ്കിൽ കൂടി അങ്ങനെ ഒരു സാഹചര്യത്തെക്കുറിച്ചാണ് ഈ അധികൃതരൊക്കെ ഇപ്പൊ നമുക്ക് ലഭിക്കുന്ന ഒരു പ്രാഥമിക വിവരം നമുക്ക് പങ്കുവയ്ക്കുന്നത്. അഭിലാഷ്, യെസ്, അതായത് ഇതൊരു അപകട മേഖലയോ അല്ലെങ്കിൽ അങ്ങനെ സ്ഥിരമായി അപകടം സാധ്യതയുള്ള ഒരു പ്രദേശമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ? ഇല്ല, അങ്ങനെ പറയാൻ പറ്റത്തില്ല. നീണ്ടപാറ മണിയമ്പാറ പ്രദേശം എന്ന് പറയുന്നത് പൊതുവെ നിരന്ന പ്രദേശമാണ്. എങ്കിൽ കൂടി കൊടും വളവുകൾ, നിരവധി വളവുകളുണ്ട്. അത് ഈ പാമ്പള കവല മുതൽ ഇടുക്കി നേര്യമംഗലം റോഡിലെ പാമ്പള കവല മുതലുള്ള വനമേഖലയിൽ തുടങ്ങുമ്പോൾ മുതൽ നീണ്ടപാറ, തട്ടേക്കണ്ണി തുടങ്ങിയിട്ടുള്ള മേഖലകളിലെല്ലാം കൊടും വളവുകൾ കൂടിയ പ്രദേശമാണ്. അതേപോലെ തന്നെ നിരവധി യാത്രക്കാർ, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഒരു സീസൺ അനുസരിച്ച് അവധി സമയങ്ങളായതിന്റെ പേരിൽ നിരവധി ചെറുതും വലുതുമായ വാഹനയാത്രക്കാർ ഉള്ള ഒരു സമയം കൂടിയാണ്. അത്തരത്തിൽ ഇനി ഏതെങ്കിലും ബസ്സിനെ അല്ലെങ്കിൽ വാഹനങ്ങളെ മറികടക്കാനോ അല്ലെങ്കിൽ വെട്ടിക്കാനോ ശ്രമിച്ചതിന്റെ ആണോ എന്നുള്ള വിവരങ്ങളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. എങ്കിലും അത്തരം സാഹചര്യങ്ങളും അവിടെയുള്ള ആളുകളും ഒക്കെ നമ്മളോട് പറയുന്നുണ്ട്. എങ്കിലും അത് നമുക്ക് സ്ഥിരീകരിക്കാറായിട്ടില്ല. ഏതായാലും രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട്. ഫയർഫോഴ്സ് സംഘങ്ങൾ സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. അതായത് ഈ ഇപ്പോൾ നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റുന്നില്ല, ഒരു കുട്ടിയാണ് ഈ ബസ്സിനടിയിൽ പെട്ടത് എന്ന തരത്തിലുള്ള സൂചനകൾ പുറത്ത് വരുന്നുണ്ട്. ഒപ്പം പരിക്കേറ്റവരെ കോതമംഗലത്തെ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത് എന്നാണ് സ്റ്റാലിൻ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ ഈ പരിക്കേറ്റവരുടെ ആരോഗ്യനില സംബന്ധിച്ച് വിവരങ്ങൾ പ്രാഥമികമായി ലഭിക്കുന്നുണ്ടോ? ഒരാളുടെ നില മാത്രമാണ് ഒരു ഗുരുതരമായിട്ടുള്ള പറയുന്നുള്ളൂ. 15ഓളം പേർക്ക് പരിക്കുണ്ട്. അതിൽ പെട്ടവരെയാണ് കോതമംഗലത്തെ ആശുപത്രിയിലേക്ക്, സ്വകാര്യ ആശുപത്രികളിലേക്കുമൊക്കെ എത്തിച്ചിരിക്കുന്നത്. അതിൽ കുട്ടി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഉള്ളിൽ പെട്ടത് കുട്ടിയാണ് എന്നുള്ളതിന് വ്യക്തമായിട്ടുള്ള ഒരു ഉറപ്പ് നമുക്ക് ലഭിച്ചിട്ടില്ല. അഭിലാഷ്, ബസ് മറ്റേതെങ്കിലും തരത്തിൽ, അതായത് ഇപ്പോൾ പറയുന്നതനുസരിച്ച് സ്റ്റിയറിംഗിന്റെ കംപ്ലൈന്റ് ആയിരുന്നു എന്ന് പറയുമ്പോൾ ഡ്രൈവറുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു അനാസ്ഥയൊന്നുമായി ഇപ്പോൾ കണക്കാക്കാൻ സാധിക്കുന്നില്ല. അഭിലാഷ്, അത്തരത്തിലുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് നമുക്ക് എത്താനായിട്ടില്ല. സ്റ്റിയറിംഗിന്റെ കംപ്ലൈന്റ് ആണ് എന്ന് തന്നെ നമുക്ക് സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ തിരിച്ച സമയത്തുണ്ടായ ഒരു പ്രശ്നമാണ് എന്നുള്ളതാണ് അവിടെ നിന്നുള്ള ആളുകളുടെ ഒക്കെ ചില നിഗമനങ്ങൾ. അതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും രക്ഷാപ്രവർത്തനം കുറച്ചുകൂടെ പുരോഗമിച്ചതിന് ശേഷം മാത്രമേ നമുക്കൊരു വ്യക്തമായിട്ടുള്ള അടുത്ത ഒരു ബുള്ളറ്റിലേക്ക് നമുക്ക് അതിന്റെ ഒരു കൃത്യമായ വിവരങ്ങൾ നമുക്ക് നൽകാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം. അഭിലാഷ്, യെസ്, എറണാകുളം നേര്യമംഗലത്ത് മണിയമ്പാറയിൽ ആണ് ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞത്. ബസ്സിനടിയിൽ യാത്രക്കാർ കുടുങ്ങിക്കിടക്കുന്നു എന്ന വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. കട്ടപ്പനയിൽ നിന്ന് എറണാകുളത്തേക്ക് പോയ ടൗൺ ടു ടൗൺ KSRTC ബസ് ആണ് അപകടത്തിൽപ്പെട്ടത് എന്നാണ് അറിയുന്നത്. പരിക്കേറ്റവരെ കോതമംഗലത്തെ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. ഒരു കുട്ടി ബസ്സിനടിയിൽപ്പെട്ടതായുള്ള വിവരവും ലഭിക്കുന്നുണ്ട്. അതേസമയം ബസ്സിനടിയിൽപ്പെട്ട ചിലരെ രക്ഷപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ് വിവരം. രാവിലെ 11 മണിയോടുകൂടിയാണ് ഈ അപകടം മണിയമ്പാറയിൽ ഉണ്ടായത്. അങ്ങനെ ഒരു അപകട മേഖലയല്ല അത് എന്നാണ് ഞങ്ങളുടെ പ്രതിനിധി സ്റ്റാലിൻ റിപ്പോർട്ട് ചെയ്യുന്നത്.
അതേസമയം ബസ്സിന് ചെറിയ കംപ്ലൈന്റ് ഉണ്ടായി, സ്റ്റിയറിംഗിന് കംപ്ലൈന്റ് ഉണ്ടായതാണ് അപകട കാരണം എന്നും പറയുന്നു. അതൊരു കൊടുംവളവോ മറ്റോ ആണോ എന്നതിൽ വ്യക്തതയില്ല. ഒരുപക്ഷെ അങ്ങനെ ബസ്സിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയതാകാം എന്ന് അനുമാനിക്കേണ്ടതായി വരുന്നുണ്ട്. ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഈ പരിക്കേറ്റവരെ കോതമംഗലത്തെ ആശുപത്രികളിൽ ആണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. അതിലൊരാളുടെ നില ഗുരുതരം എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. സ്റ്റാലിൻ, കേൾക്കാമോ? പരിക്കേറ്റവരെ കോതമംഗലത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു എന്നതാണ് വിവരം. അപകടത്തിന്റെ കൃത്യമായൊരു ചിത്രം ലഭ്യമാകുന്നതേ ഉള്ളൂ. എറണാകുളം നേര്യമംഗലത്ത് ആണ് ഈ ബസ് അപകടം ഉണ്ടായത്. മണിയംപാറയിൽ ആണ് ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞത്. ബസ്സിനടിയിൽ യാത്രക്കാർ കുടുങ്ങിപ്പോയ സാഹചര്യമുണ്ടായി. അങ്ങനെ കുടുങ്ങിപ്പോയവരെ പലരെയും രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴും അങ്ങനെ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന വിവരം, അതിലൊരു കുട്ടിയുമുണ്ട് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. പക്ഷേ അത് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. കട്ടപ്പനയിൽ നിന്ന് എറണാകുളത്തേക്ക് പോയ ടൗൺ ടു ടൗൺ ബസ് ആണ് അപകടത്തിൽപ്പെട്ടത് എന്നതാണ് വിവരം. പരിക്കേറ്റവരെ കോതമംഗലത്തെ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. 11 മണിയോടുകൂടിയാണ് ഈ മണിയംപാറയിൽ അപകടമുണ്ടായത്. അപകടത്തിന്റെ കാരണം എന്ത് എന്നതിൽ വ്യക്തതയില്ല. ബസ് നിയന്ത്രണം വിട്ടതാണോ, ഡ്രൈവറുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും പിഴവുണ്ടോ, അത്തരം കാര്യങ്ങളിലൊന്നും തന്നെ ഇപ്പോൾ വ്യക്തതയില്ല. ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരടക്കം അപകട സ്ഥലത്തേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. രക്ഷാപ്രവർത്തനത്തിനാണ് ഇപ്പോൾ മുൻതൂക്കം നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പഞ്ചായത്ത് അംഗം ഹരീഷ് രാജ് ടെലിഫോൺ ലൈനിലുണ്ട്. ഹരീഷ്, ഈ അപകടത്തെ സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ താങ്കൾക്ക്? ഏകദേശം ഹലോ ഹരീഷ്, പറഞ്ഞോളൂ. ഏകദേശം 1 മണിക്കൂർ മുമ്പാണ് അപകടം ഉണ്ടാവണേ. അതായത് കട്ടപ്പന ഭാഗത്തു നിന്ന് എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന KSRTC ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. അത് ലെഫ്റ്റ് സൈഡിലെ ഡിവൈഡർ കയറിയിട്ട് റൈറ്റ് സൈഡിലുള്ള ഒരു ചെറിയൊരു കുഴിയിലേക്ക് മറയുകയായിരുന്നു. അതായത് ബസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞു എന്ന് നിയന്ത്രണം വിട്ട് മറയുകയായിരുന്നു. ആളുകൾക്ക് എല്ലാവർക്കും നല്ല രീതിയിലുള്ള പരിക്കുകളുണ്ട്. എല്ലാവരും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്. പോലീസ്, ഫയർഫോഴ്സ് എല്ലാം ഉണ്ടായിരുന്നു. അതിന്റെ അടിയിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു. അതായത് ഒരു 15-നും 18-നും വയസ്സിടയ്ക്ക് പ്രായമുള്ള ഒരു ആൺകുട്ടി ഈ വണ്ടിയുടെ അടിയിലുണ്ടായിരുന്നു. അവരെ ഇപ്പൊ അതിൽ നിന്ന് വണ്ടി പൊക്കി ആളെ മാറ്റിയിട്ടുണ്ട്. ആ കുട്ടിയുടെ ഒരു അവസ്ഥ എന്താണെന്ന് അറിയാമോ? അവസ്ഥ പ്രാഥമിക നിഗമന പ്രകാരം മരിച്ച നിലയിലാണ്. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ശരി. നാട്ടുകാർ, ഇത് ഫയർഫോഴ്സ് ഒക്കെ എത്തിയ ശേഷമാണോ ആ കുട്ടിയെ പുറത്തെടുക്കാൻ പറ്റിയത്? അതെ അതെ, ക്രെയിനും ഫയർഫോഴ്സും പോലീസും ഒക്കെ എത്തിയ ശേഷം. മറ്റുള്ളവരെയെല്ലാം രക്ഷപ്പെടുത്തിയെന്നാണോ മനസ്സിലാക്കുന്നത്? അതെ, ബാക്കിയുള്ളവർക്കൊക്കെ സാരമായ പരിക്കുകളുള്ളൂ. അവരെല്ലാം ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ കുട്ടിക്കായിരുന്നു എന്റെ വണ്ടിയുടെ അടിയിൽ പോയി വലിയ പരിക്ക് പറ്റിയത്. ഈ ബസ് അതായത് നേരെ താഴ്ചയിലേക്ക് മറിഞ്ഞു എന്ന് പറയുമ്പോൾ അത് ഈ പല തവണയായി അങ്ങനെ മറയുകയാണോ, അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ അറിയാമോ? ഇല്ല, ഒരു തവണ മറിഞ്ഞു. അവിടെ ധാരാളം മരങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. ആ മറിഞ്ഞപ്പോൾ തന്നെ ഒരു കുട്ടിയാണ് പ്രധാനമായും അതിൽ ബസ് അത്ര വലിയ കൊക്കമുള്ള പ്രദേശമല്ല. ഒരു ചെറിയൊരു താഴെ ഒരു പറമ്പാണ്, റബ്ബർ തോട്ടത്തിലേക്കാണ് സംഭവിച്ചത്. ഈ ഏരിയ ഹരീഷിന് പരിചയമുള്ള പ്രദേശമാണോ? അതെ, എന്റെ വാർഡാണ്. അവിടെ ഇങ്ങനെ ഈ അപകടം ഉണ്ടാകാനുള്ള, അതായത് ഈ അശാസ്ത്രീയമായ നിർമ്മാണം, അങ്ങനെ ഒരു അപകട സാധ്യതയുള്ള പ്രദേശമാണോ അത്? ഇല്ല, അങ്ങനെ വലിയ അപകട സാധ്യതയുള്ള പ്രദേശമല്ല. അങ്ങനെ സ്ഥിരമായിട്ട് അപകടം ഉണ്ടാകുന്ന ഏരിയയുമല്ല. എന്താണ് സംഭവിച്ചത് എന്നതിൽ എന്താന്ന് കൃത്യമായിട്ട് അറിയില്ല. ഈ ബസ്സിൽ ഏകദേശം എത്രത്തോളം പേരുണ്ടായിരുന്നു? അത്തരം കണക്കുകൾ, ഒരു ഏകദേശ ധാരണ കൃത്യം അറിയില്ല. നമുക്ക് കൃത്യ എണ്ണം അറിയില്ല. ഈ കുട്ടിയാണ് സങ്കടപ്പെടുത്തുന്ന ഒന്നാണ് അല്ലേ? അതെ അതെ. ആ കുട്ടി ആരാണ് എന്ത് എന്നതിൽ എന്തെങ്കിലും വ്യക്തതയുണ്ടോ? ഇല്ല, വ്യക്തമായിട്ടില്ല. പ്രദേശവാസികളാകണമെന്നില്ല അല്ലേ? ആകണമെന്നില്ല. ഹൈ റേഞ്ച് ഭാഗത്തു നിന്നുള്ള യാത്രക്കാരായിരിക്കാം. വളരെ നന്ദി ഹരീഷ് പ്രതികരിച്ചതിന്. ഇപ്പോൾ ആ അപകടത്തിൻ്റെ ആളുകളെ ആശുപത്രിയിലേക്കും മറ്റുമൊക്കെ എത്തിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ ആണ്
പ്രേക്ഷകർ കാണുന്നത്. എറണാകുളം ജില്ലയിലെ നേര്യമംഗലത്താണ് ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞ് അപകടമുണ്ടാകുന്നത്. കുട്ടി മരിച്ചു എന്ന ദുഃഖകരമായ വിവരം ആണ് ഇപ്പോൾ പുറത്ത് വരുന്നത്. നേരത്തെ അവിടുത്തെ പഞ്ചായത്ത് അംഗമായിട്ടുള്ള ഹരീഷൊക്കെ സൂചിപ്പിക്കുന്നതനുസരിച്ച് ഒരു 15-നും 18-നും ഇടയിൽ പ്രായമുള്ള കുട്ടി എന്നതാണ്. ദുഃഖകരമാണ്. അവധി സമയമാണ് ഈ കുട്ടി എവിടേക്ക് സഞ്ചരിച്ചിരുന്നത് എന്നതിലൊക്കെ ഇനിയും വ്യക്തത കൈവരേണ്ടതുണ്ട്. എന്നാൽ കൂടുതൽ ആളുകൾക്ക് ദുരന്തം സംഭവിച്ചില്ല എന്നത് ഒരു പരിധിവരെ ആശ്വാസം നൽകുന്നുമുണ്ട്. ആളുകളുടെ പരുക്ക് എപ്രകാരം എന്നതിലും വ്യക്തത കൈവരണം. എറണാകുളം നേര്യമംഗലത്താണ് ബസ് അപകടമുണ്ടായത്. മണിയംപാറയിൽ ആണ് ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞത്. ബസ്സിനടിയിൽ യാത്രക്കാർ കുടുങ്ങിപ്പോയ സാഹചര്യമുണ്ടായി. അതിൽ പലരെയും രക്ഷപ്പെടുത്തിയെങ്കിലും ഒരു കുട്ടിയെ ജീവനോടെ രക്ഷിക്കാനായില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കട്ടപ്പനയിൽ നിന്ന് എറണാകുളത്തേക്ക് പോയ ടൗൺ ടു ടൗൺ ബസ് ആണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റവരെയാണ് ഇപ്പോൾ കോതമംഗലത്തെ ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുള്ളത്. അതിൽ ചിലരുടെ നില മാത്രമാണ് ആശങ്കപ്പെടുത്തുന്നത്. എങ്കിൽ പോലും അതീവ ഗുരുതരാവസ്ഥയിലല്ല പരിക്കേറ്റവർ എന്ന് അറിയാൻ സാധിക്കുന്നു. സാരമായ പരിക്കുകളോടെ നിരവധി പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ആജ്ഞ ചേരുന്നുണ്ട്. ആജ്ഞ, അപകടത്തിൽ ഒരാൾ മരണപ്പെട്ടു, അതൊരു കുട്ടിയാണ് എന്നറിയുന്നു. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നതേയുള്ളൂ. രക്ഷാപ്രവർത്തനം ഏതാണ്ട് പൂർത്തിയായി എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. എന്താണ് മറ്റു വിവരങ്ങൾ? എറണാകുളം നേര്യമംഗലത്താണ് ബസ് അപകടം ഉണ്ടായത്. അപകടത്തിൽ ഒരു കുട്ടി മരിച്ചിരിക്കുന്നു എന്നതാണ് വിവരം. ബസ് താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. നിയന്ത്രണം വിട്ടു മറിഞ്ഞതാകാം എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ പ്രദേശവാസികൾ ഉൾപ്പെടെയുള്ളത്. സ്റ്റാലിൻ ചേരുന്നുണ്ട്. സ്റ്റാലിൻ, ഒരു മരണം സംഭവിച്ചു എന്നതാണ് ദുഃഖകരം. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? അഭിലാഷ്, അപകടത്തിൽപ്പെട്ട ഒരു കുട്ടി മരണപ്പെട്ടു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മറ്റ് 2 പേർക്ക് കൂടി ഗുരുതരമായിട്ടുള്ള പരിക്കേറ്റിട്ടുണ്ട്. അവരെ കോതമംഗലത്ത് ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ആണെങ്കിലും 10-15ഓളം പേർക്ക് വേറെ പരിക്കേറ്റിരുന്നു. അവരെയും കോതമംഗലത്ത് ആശുപത്രികളിലേക്കൊക്കെ എത്തിച്ചിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട്. വാഹനത്തിന്റെ നിയന്ത്രണം വിട്ടത് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് വ്യക്തത ഇതുവരെയും കൈവന്നിട്ടില്ല. എന്താണെങ്കിലും നാട്ടുകാരും ഫയർഫോഴ്സും ഓടിച്ചേർന്ന് ഈ കുട്ടിയെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു. പക്ഷേ കുട്ടി അപ്പോഴേക്കും മരണപ്പെട്ടിരുന്നു. മറ്റ് 2 പേരെ കൂടി ഗുരുതരാവസ്ഥയിൽ തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഈ 2 പേരുടെ നിലയാണ് ഗുരുതരം. മറ്റുള്ളവർക്ക് സാരമായ പരിക്കുകളേ ഉള്ളൂ എന്നാണോ മനസ്സിലാക്കുന്നത്? നിരവധി പേർക്ക് പരിക്കുണ്ടെങ്കിലും സാരമായി പരിക്കേറ്റത് 2 പേർക്കാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം. മറ്റുള്ളവരെ ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അവരെ പരിശോധനയ്ക്ക് വിധേയമാക്കിയിരിക്കുന്നു. അവരുടെ ഒരു സ്ഥിതിയെക്കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ പുറത്തേക്ക് വന്നിട്ടില്ല. 2 പേർക്ക് ഗുരുതരമായിട്ടുള്ള അവസ്ഥയുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ പഞ്ചായത്ത് അംഗം ഹരീഷ് പറഞ്ഞതനുസരിച്ച് ഒരു ഡിവൈഡറിൽ തട്ടി അവിടെ നിന്ന് നേരെ എതിർദിശയിലേക്ക് ബസ് പോകുന്നു, അങ്ങനെ മറിഞ്ഞു എന്നുള്ളതാണ്. നിയന്ത്രണം വിട്ടാണ് അപകടം എന്ന് പറയുമ്പോഴും കൃത്യമായി അപകടത്തിന്റെ കാരണം അറിയാൻ സാധിക്കുന്നില്ല അല്ലേ? നിലവിൽ അത്തരത്തിലൊരു സ്ഥിരീകരണത്തിലേക്ക് ഇപ്പോഴും വന്നിട്ടില്ല. ഡിവൈഡറിൽ തട്ടുമ്പോഴും ഡിവൈഡറിൽ തട്ടാനുള്ള ഒരു കാരണം എന്തോ എന്നതിനെ സംബന്ധിച്ചുള്ളതും ഇപ്പോഴൊരു സ്ഥിരീകരണമായിട്ടില്ല. നിയന്ത്രണം നഷ്ടപ്പെട്ട് ഡിവൈഡറിൽ തട്ടി എന്ന് മാത്രമാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ളൂ. അതേസമയം എതിർവശത്തേക്ക് വാഹനം ഈ ഡിവൈഡറിൽ തട്ടിയത് മൂലം തിരിഞ്ഞുപോയി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ സമയത്ത് തിരിയുന്ന സമയത്ത് ഡ്രൈവർക്ക് നിയന്ത്രണം പോയി. അപ്പൊ അവിടെ തിരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് എത്തിപ്പോയി എന്നൊക്കെയാണ് പറയുന്നത്. ഇതിനെക്കുറിച്ചൊരു വ്യക്തത നമുക്ക് ലഭിക്കുന്നില്ല. ഇപ്പം ഏതായാലും ഫയർഫോഴ്സ് സംഘവും മറ്റുള്ള ആളുകളും ഒക്കെ അവിടെ ബാക്കി ക്രമീകരണങ്ങളൊക്കെ നടത്തുന്നു. 2 പേർക്ക് ഗുരുതരമായിട്ട് തന്നെ പരിക്കേറ്റിട്ടുണ്ട് എന്ന് നമുക്ക് അറിയാൻ കഴിയുന്നു.
പന്ത്രണ്ടോളം ആളുകളെ കൂടി ആശുപത്രികളിൽ എത്തിച്ചിട്ടുമുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ആജ്ഞ കൂടി ചേരുന്നുണ്ട്. ആജ്ഞ, ഒരു കുട്ടി ആണ് മരണപ്പെട്ടത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകുന്നതേ ഉള്ളൂ. രണ്ടുപേർക്ക് സാരമായ പരിക്കുണ്ട്, മറ്റുള്ളവരുടേത് അത്ര ഗുരുതരമായ പരിക്കുകളല്ല എന്നുള്ളതുമാണ് വിവരം. അഭിലാഷ്, ബസ് നിറയെ ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. താഴ്ചയിലേക്കാണ് ബസ് മറിഞ്ഞിട്ടുള്ളത്. മണിയമ്പാറയിലാണ് അപകടം ഉണ്ടായിട്ടുള്ളത്. അതുപോലെ മറിഞ്ഞ ബസിന്റെ കുറച്ച് ആളുകൾ കുടുങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിനെയൊക്കെ ഫയർഫോഴ്സ് എത്തി രക്ഷാപ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. അതായത് ഈ ആശുപത്രിയിലുള്ള രണ്ടുപേർക്കോ ആണ് ഗുരുതരമായി പരിക്കേറ്റതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ മറ്റുള്ളവർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതിന്റെ പരിക്കിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ. ഇടുക്കിയിൽ നിന്നും വരുന്ന പാതയിലാണ്, നേര്യമംഗലത്തു നിന്നും ഇടുക്കിയിൽ നിന്ന് വരുന്ന ഇടത്താണ് അപകടം ഉണ്ടായത്. കൂടുതൽ വിവരങ്ങൾ വ്യക്തമായി വരുന്നതേ ഉള്ളൂ. കാരണം ഫയർഫോഴ്സ് രക്ഷാപ്രവർത്തനം ഊർജിതമാക്കിയിട്ടുണ്ട്. പക്ഷെ ബസ്സിൽ നിറയെ ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ട്. അതുപോലെ രണ്ടുപേരാണ് ഗുരുതരമായി പരിക്കേറ്റുള്ളത്. ഒരു കുട്ടി മരിച്ചിട്ടുമുണ്ട്. കുട്ടിയുടെ വിവരങ്ങളും ലഭ്യമായിട്ടില്ല. അതുപോലെ ഈ അപകടം ഉണ്ടായതിന്റെ കാരണം എന്താണ് എന്ന് ഉള്ള കാര്യത്തിൽ ഈ സ്റ്റാലിൻ സൂചിപ്പിച്ചതുപോലെ ഡിവൈഡറിലേക്ക് തട്ടാനുണ്ടായ സാഹചര്യം എന്താണ് എന്നുള്ള കാര്യത്തിലൊന്നും വ്യക്തതയായിട്ടില്ല. എന്തായാലും താഴ്ചയിലേക്കാണ് ബസ് മറിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വീഴ്ചയുടെ ആഘാതം ഇത്തിരി കൂടുതലായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ ഈ നിലവിൽ രണ്ടുപേർക്കാണ് കാഷ്വാലിറ്റി, ഗുരുതരമായ കാഷ്വാലിറ്റി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. മറ്റുള്ള ആൾക്കാരെ രക്ഷിക്കുന്നുണ്ട്. അതുപോലെ മറ്റുള്ള ആളുകളുടെ ഈ പരിക്കിന്റെ വ്യാപ്തി എത്രത്തോളമാണ് എന്നുള്ള കാര്യത്തിലും വ്യക്തതയില്ല. എങ്കിലും രക്ഷപ്പെടുത്തിയവരെയൊക്കെ ആശുപത്രിയിൽ എത്തിച്ചിട്ടുമുണ്ട്. എന്തായാലും ഫയർഫോഴ്സിൽ അവിടെ എത്തി രക്ഷാപ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്. ഫയർഫോഴ്സും നാട്ടുകാരും കൂടിയാണ് അപകടത്തിൽപ്പെട്ട ആളുകളെ രക്ഷപ്പെടുത്തിയത്. സ്റ്റാലിൻ, ഏതാണ്ട് 11 മണിയോട് കൂടിയാണല്ലോ അപകടമുണ്ടായത്. ഏതാണ്ട് രക്ഷാപ്രവർത്തനം പൂർത്തിയായി എന്ന് വേണമോ മനസ്സിലാക്കാൻ? യെസ്, 1 മണിക്കൂർ മുമ്പാണ് അപകടം ഉണ്ടായത്. 11 മണിയോട് കൂടിയാണ് അപകടം ഉണ്ടായത്. ബസ് മറിയുകയായിരുന്നു. കട്ടപ്പനയിൽ നിന്ന് എറണാകുളത്തേക്ക് പോവുകയായിരുന്ന ബസ് ആണ് അപകടത്തിൽപ്പെട്ടത്.